ചെയ്യുന്നത് ആധാരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോക്കുവരവ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം 294/2 സർവേ നമ്പറിലുള്ളതായിരിക്കുന്ന 1 ഏക്കർ ഭൂമിയുടെ നികുതി അടയ്ക്കാൻ പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യം നേരത്തെ ഉള്ളതായിരിക്കുന്ന വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും നികുതിയുടെ സർവേ നമ്പറിലാണ് ഈ നികുതി എടുക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് അവിടെ നേരത്തെ റീസർവേ പൂർത്തിയാക്കാത്തതാണ് പ്രശ്നമെന്ന് മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഒരൊറ്റ ചോദ്യം, ഇതേ സർവേ നമ്പറിൽ പെട്ടതായിരിക്കുന്ന സ്വന്തം ജോയിയുടെ സഹോദരന്റെ ഭൂമിയിൽ നികുതി ഇതേ വില്ലേജിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോ ജോയിയുടെ നികുതി മാത്രം സ്വീകരിക്കുന്നത് എന്താണ് തടസ്സം? പിന്നെ മറ്റൊരു കാര്യം മന്ത്രിയോട് പറഞ്ഞു, സർക്കാർ ആക്ട് ചെയ്തു. സർക്കാർ എവിടെയാ ആക്ട് ചെയ്തത്? ഇന്നലെ രാത്രി 8 മണിക്ക് വില്ലേജ് ഓഫീസിൽ തൂങ്ങി മരിച്ച ജോയിയുടെ ഡെഡ് ബോഡി ഇന്ന് കാലത്ത് 10 മണിക്ക് ശേഷം നീക്കുന്നത്. അതുവരെ എവിടെയായിരുന്നു സർക്കാർ? എവിടെയായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥന്മാർ? എവിടെയായിരുന്നു റവന്യൂ മന്ത്രി? അപ്പോൾ അവിടെയുള്ള ജനങ്ങളും കർഷകരും കുടുംബങ്ങളും പ്രക്ഷുബ്ധമായി രംഗത്ത് വന്നതിന് ശേഷമാണ് ഒരാക്ഷൻ പോലും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. കർഷകരുടെ വിലാപങ്ങളും ബുദ്ധിമുട്ടുകളും ഏറെ പ്രയാസത്തോടു കൂടി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യും. അവസാനത്തെ കത്താണ്, മൈൻഡ് ചെയ്തില്ല. അതിനു മുമ്പേ ഒരു കോരിച്ചൊരിയുന്ന മഴയത്ത് മകൾ, ഭാര്യ, മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരും വന്നുകൊണ്ട് അവിടെ ഒരു ദിവസം സത്യാഗ്രഹം നടത്തി. അതിനെ തുടർന്നാണ് താൽക്കാലികമായി നികുതി എടുക്കൽ. അവിടെയും താൽക്കാലിക നികുതി എടുക്കുമ്പോൾ എന്താണ് കാരണമെന്ന് പറയണം. കാരണം ഇതുവരെ കുടുംബത്തോട് പറഞ്ഞിട്ടില്ല, ജോയിയോട് പറഞ്ഞിട്ടില്ല. ദുരൂഹമാണ് വിഷയം. അതാണ് പറയുന്നത്, ഈ കർഷകനെ കൊലക്കി കൊടുക്കുകയായിരുന്നു റവന്യൂ ഉദ്യോഗസ്ഥന്മാർ. കൊലക്കി കൊടുക്കുകയായിരുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഇനി ശ്രീ എസ് വിജയകുമാരൻ നായർ പറയട്ടെ. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരിക്കലും ഇടപെടേണ്ടി വന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇതിനെ ഒരു വൈകാരിക വിഷയമാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ആത്മാർത്ഥമായി പറയാൻ വല്ലാത്ത ദുഃഖമുണ്ട്, വെറുതെ പറയുന്നതല്ല. പക്ഷേ അതിൻ്റെ കാരണങ്ങൾ, നമ്മളിപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിനൊരു സർക്കാർ ഓഫീസിലേക്ക് കടന്നു ചെന്ന് സമയബന്ധിതമായി സേവനം ലഭ്യമാകാത്തതിൽ മനം നൊന്ത് ജീവനൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും അതിനപ്പുറത്തേക്ക് വലിയൊരു പ്രതിഷേധമില്ല. അത്രയ്ക്കും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലെത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ സ്വന്തം ജീവനൊടുക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും സർക്കാർ അതിൻ്റെ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ ഞാൻ പറയുന്നത്, ഇതൊരു വില്ലേജ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ ഒരു വില്ലേജ് അസിസ്റ്റൻറ്റിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടോ മാത്രം തീരുന്നൊരു പ്രശ്നമല്ല. ഇവിടെ നടക്കുന്ന ചർച്ചയും ആ നിലയ്ക്ക് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ സർക്കാർ സർവീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരാതികളൊന്നും അല്ല ഇതൊന്നും. സർക്കാർ സേവനം ജനങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നില്ല. അത് റവന്യൂവിൽ മാത്രമല്ലല്ലോ, ഒരുപാട് വകുപ്പുകളിലെ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, റവന്യൂ വകുപ്പ് അഴിമതിയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വകുപ്പാണ്. വിജിലൻസിൻ്റെ കണ്ടെത്തൽ നമ്മളെല്ലാം കണ്ടതാണ്. അത് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നതാണ്. പക്ഷേ അതിനകത്ത് സൂചിപ്പിക്കപ്പെടാതെ പോയ ഒരുപാട് വകുപ്പുകളുണ്ട്. ഞാനൊരു വിവാദത്തിന് വേണ്ടി പറയുന്നതൊന്നുമല്ല. അതിനകത്ത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടല്ലോ, നമ്മുടെ വാണിജ്യ നികുതി, വിൽപ്പന നികുതി, ചെക്ക് പോസ്റ്റുകളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ആ വിജിലൻസ് ഉദ്യോഗസ്ഥർ കൊടുത്ത ലിസ്റ്റിൽ അതൊന്നും ഉണ്ടായിരുന്നു. ആ വകുപ്പുകളെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞത് അഴിമതി നിലനിൽക്കുന്നു. പിന്നെ ഇവിടെ സംഘടനാ ബന്ധത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഞാൻ ഇവരുടെ ആരുടെയും സംഘടനാ ബന്ധം അന്വേഷിച്ചിട്ടില്ല. ഞാൻ പറയുന്നു ആയിരിക്കാം. ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം റവന്യൂ വകുപ്പിൽ 154 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അഴിമതി കാണിച്ചതിനും വിലോപം കാണിച്ചതിനും ഈ പറഞ്ഞതുപോലെ സമയബന്ധിതമായി സേവനം നൽകാത്തതിൻ്റെയും പേരിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ്റ് കൗൺസിലിൻ്റെ മെമ്പർമാരുമുണ്ട്. ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയുന്നു, ഒരൊറ്റ കേസിൽ പോലും ഇവരെ ആരെയും രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോയിൻ്റ് കൗൺസിൽ ഒരു മന്ത്രിയെയും കണ്ടിട്ടില്ല, ഇടപെട്ടിട്ടുമില്ല. സംശയമുണ്ടെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രിയോട് നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോ. അവരൊക്കെ സസ്പെൻഷനിൽ തുടരുന്നു. ചിലരെല്ലാം അന്വേഷണം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ തിരിച്ചു കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് പോയിട്ടുണ്ടാകും. ഇവിടെ ഇപ്പോൾ ഇതൊരു പുതിയ വിഷയമൊന്നുമല്ല. ഇത് 1957 ഈ പറയുന്ന തേമ്പനാട് വില്ലേജിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛന് കിട്ടിയ 13 ഏക്കർ ഭൂമിയിൽ നിന്ന് 2 ഏക്കർ ജോയിക്ക് കൊടുത്തത്, ആ 2 ഏക്കറിൽ നിന്ന് 80 സെന്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ വരുന്നത് മുഴുവൻ. ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത്, അദ്ദേഹത്തിന് കിട്ടിയ അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ജോയിയുടെ സഹോദരന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് കിട്ടേണ്ടതാണ്. അപ്പോൾ അന്വേഷിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അന്വേഷിച്ച് സസ്പെൻഷനിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുമല്ല. പക്ഷേ ഇതിവിടെ തുടങ്ങിയതല്ല. ഈ വില്ലേജ് ഓഫീസറിലോ ഈ വില്ലേജ് അസിസ്റ്റന്റിലോ മാത്രം പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞതാണ് അന്വേഷണം എന്ന് പറയുന്നത്. പറഞ്ഞത് ഞാൻ കേട്ടില്ല.
ഞാൻ കേട്ടില്ല. അല്ല ഒരു സെക്കൻഡ്. അല്ല, ഞാൻ പറഞ്ഞത് ഇതിപ്പോ വിജയകുമാർ തീർത്തോട്ടെ. അല്ല, ഇവിടെ ഒരു വില്ലേജ് ഓഫീസ് മാത്രമല്ല, ഇതെല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്. അതാണല്ലോ തുടങ്ങിയപ്പം മണ്ണെണ്ണ കൊണ്ടുവന്ന കാര്യവും അല്ലാതെ ആത്മഹത്യ ചെയ്യും. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം വിജയകുമാർ, ഇപ്പോൾ കേരളത്തിൽ സർക്കാർ സർവീസിൽ ഒരു 60-70% ഇടതുപക്ഷ ട്രേഡ് യൂണിയനാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ഈ പ്രശ്നം കേരളത്തിൽ പരിഹരിക്കാൻ കഴിയും. എനിക്ക് അഡ്വക്കേറ്റ് DB ബിനുവിന് അവസരം കൊടുക്കാനേ കഴിഞ്ഞില്ല. ഒരു നിമിഷം ഞാനൊന്ന് ഇടപെടുകയാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ ആദ്യം എത്തുക അഡ്വക്കേറ്റ് DB ബിനുവിലേക്കാകും. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് കൊട്ടിഘോഷിച്ച് അവകാശവാദമായി ഉന്നയിക്കുന്ന കേരളത്തിലെ സേവനാവകാശം കർഷകർക്ക് സ്വയം ഹത്യയ്ക്കുള്ള അവകാശമായി മാറിയോ? ഇടവേളയ്ക്ക് ശേഷം.